നമസ്കാരം. 13 വയസ്സുകാരിയുടെ അതിബുദ്ധിയിൽ തോന്നിയ ഒരു ഐഡിയ. പ്രണയം തകർന്നതിന്റെ പ്രതികാരം തീർക്കാൻ കണ്ടുപിടിച്ച വഴി. ആ ബുദ്ധിയിൽപ്പെട്ടു പോയത് പ്രായപൂർത്തിയാകാത്ത സഹപാഠികളാണ്. 13കാരിയുടെ വ്യാജ പീഡന പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയോ? ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ഇന്ന് പരിശോധിക്കുന്നത്. ഒരു 13കാരിയായ പെൺകുട്ടി, അതായത് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി വ്യാജ പരാതി കൊടുത്ത് 10ഓളം ആൺകുട്ടികളെയും ആണുങ്ങളെയും കൊടുക്കുന്ന ഒരു ദുരവസ്ഥ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. അത് ഏറ്റവും വേദനാജനകമാണ്. പോലീസുകാർക്കെതിരെ, അതായത് പ്രത്യേകിച്ച് ഈ 20 വയസ്സുള്ള പയ്യനെ മർദ്ദിച്ച ആ പോലീസുകാരനെതിരെ നടപടി ഉണ്ടാകണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ, സ്കൂൾ കുട്ടികളെ, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ മാതാപിതാക്കളുടെ അല്ലാത്ത സമക്ഷത്തിലല്ലാതെ ചോദ്യം ചെയ്തതും മറ്റും ഗൗരവമായ തെറ്റ് തന്നെയാണ്. വേണ്ട രീതിയിൽ നിയമക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ഞാൻ ആ വീട്ടുകാരോട് നിങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനെയും അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട്. അതായത് പത്തനംതിട്ടയിൽ 13കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചു. 10 പ്രതികൾ എന്ന് പറഞ്ഞ് കേസ് രജിസ്റ്റർ ചെയ്തത് 10 പ്രതികളായിരുന്നു അതിൽ ഉൾപ്പെട്ടിരുന്നത്. അതിൽ 2 പേർ പ്രായപൂർത്തി ആയവരാണ്. പിന്നീട് ആ അന്വേഷണം പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വ്യാജ പരാതിയായി മാറുന്നു. അപ്പോൾ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അത് തിരുത്തി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ആദ്യം ആ വാർത്ത നമ്മൾ ശ്രമിച്ചപ്പോൾ അത് നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. പിന്നീട് അതിൻ്റെ നിജസ്ഥിതി കണ്ടെത്തി വന്നപ്പോഴത്തേക്ക് എല്ലാം മാറി മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വ്യാജ പരാതിയിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ, അല്ലെങ്കിൽ ഇനി ഭാവി തലമുറയെ നയിക്കേണ്ട ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ ഒക്കെ പെടുന്ന ഒരു അവസ്ഥ. എങ്ങനെയാണ് ഈ ഒരു വാർത്തയെ നമ്മൾ നോക്കിക്കാണേണ്ടത്? എന്നെ അത്ഭുതപ്പെടുത്തിയത് വേറൊന്നുമല്ല, ആ കുട്ടിയുടെ പ്രായമാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരാളോട് അങ്ങനെയൊക്കെ പക വീട്ടാമെന്നുള്ളൊരു ധാരണ ചെറിയൊരു കുട്ടിക്ക് വരെ ഉണ്ട് എന്നുള്ളിടത്താണ് ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്ത വരുന്നത്. ശരിക്കും പലർക്കും അറിഞ്ഞിടാത്തൊരു കാര്യമുണ്ട്. പോക്സോ അടക്കം ഒരുപാട് വകുപ്പുകൾ ഉണ്ട്. ആ വകുപ്പുകളൊക്കെ ചുമത്തപ്പെട്ട് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്നറിയാം. പക്ഷേ പോക്സോ നിയമത്തിലെ വകുപ്പ് 22 പ്രകാരം ഒരാൾക്കെതിരെ മനഃപൂർവ്വം വ്യാജ പരാതി നൽകിയാൽ 6 മാസം വരെ തടവ് അല്ലെങ്കിൽ പിഴയുണ്ട്, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ ചേർത്തുള്ള ശിക്ഷ. അപ്പോൾ ഇത്തരത്തിലുള്ള ശിക്ഷകൾ കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണുന്നത് വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ കേസിൽ തന്നെ നമുക്ക് എടുക്കാം, പ്രണയ നൈരാശ്യം അല്ലെങ്കിൽ അതിനോടുള്ളൊരു പക. അത്തരത്തിൽ ഇതുപോലെ എന്തെങ്കിലും വൈരാഗ്യത്തിൻ്റെ പേരിൽ പല സ്ത്രീകളും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് പുരുഷന്മാർക്കെതിരെ. ഏറ്റവും ദുഃഖകരമായൊരു കാര്യം, ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിവാഹമോചന കേസിൽ കുട്ടികളെ വിട്ടുകിട്ടുന്നതിനായിട്ട് ഭർത്താവിനെതിരെ പോക്സോ കേസ് ചുമത്തുന്ന ഭാര്യമാരുണ്ട്. അത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ പോക്സോ കേസിൽ പെടുത്തുകയാണ്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോഴേക്കും നമുക്ക് ആലോചിക്കണം, ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരാളുടെ ജീവിതം ഇല്ലാതാക്കി തീർക്കുന്ന ഒരവസ്ഥ. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും കണ്ടുവരുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോഴൊക്കെ തന്നെയാണ് ആ പുരുഷ കമ്മീഷൻ്റെ ഒരു ആവശ്യം അത് എത്രത്തോളം പ്രസക്തമാണ്, രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ വാദിക്കുന്നത് എത്രത്തോളം പ്രസക്തമാണെന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ചു പോകുന്നത്. അതെ, ഈ കുട്ടി സഹോദരിയോടാണ് ഇത് ആദ്യം പറയുന്നത്. സഹോദരിയാണിത് ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ അറിയിക്കുകയും അവർ പിന്നെ ആ ഒരു കേസ് പോലീസിലേക്ക് കൈമാറുന്നതും ഈ ചൈൽഡ് ഹെൽപ്പ് ലൈനാണ്. അപ്പോൾ ഈ സഹോദരിയും ചേർന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിലൊരു വ്യാജ പരാതി നൽകുന്നത്. നമുക്ക് ഇവിടെ ഏറ്റവും കാണേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ പരാതി നൽകിയ വിദ്യാർത്ഥികളുടെ വീട്ടിലെ ഒരു അവസ്ഥ, നാട്ടുകാർ അവരെ ഇനി എങ്ങനെയാണ് നോക്കിക്കാണുക എന്നുള്ളതാണ്. എത്രത്തോളം തങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും നാട്ടുകാരൊക്കെ അത് വിശ്വസിക്കുമോ എന്നുള്ള കാര്യമാണ്. നമുക്കറിയാം, കുടുംബത്തിൻ്റെയൊക്കെ ബൈറ്റുകളും പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ ആ ഒരു ഇടയിൽ കേട്ടതാണ്. ഈ വ്യാജ കേസ് എന്ന് വന്ന സമയത്തൊക്കെ നാട്ടുകാരുടെയും കുടുംബത്തിലെ മാതാപിതാക്കളുടെയൊക്കെ ബൈറ്റുകൾ കേട്ടതാണ്. കാരണം ഈ കുട്ടികളോട് മറ്റു കുട്ടികൾ സംസാരിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ പറയുന്നത് ഈ കുട്ടികളോട് സംസാരിക്കരുത്. അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ, കുട്ടികളും പറയുന്നുണ്ട് ഇനി ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അത് എത്രത്തോളം വിശ്വസിക്കും എന്നുള്ള കാര്യമാണ്. അവരുടെ ഒരു മാനസികാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ കാണേണ്ടത്. നമ്മൾ അവർ അനുഭവിച്ച ആ ഒരു സമയത്തെ, അല്ലെങ്കിൽ കുറച്ച് സമയമാണെങ്കിൽ പോലും, കുറച്ച് മണിക്കൂറുകളാണെങ്കിൽ പോലും അവർ അനുഭവിച്ച ഒരു വേദനയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും കൂടുതലായിരിക്കും എന്തായാലും. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ആരെങ്കിലും കുറിച്ച് കുറ്റം കേട്ട് കഴിഞ്ഞാൽ അത് ഏറ്റുപാടാൻ, മറ്റുള്ളവരുമായിട്ട് അത്
കൂടുതൽ സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കേസുകൾ അറിയുമ്പോൾ അവരത് എല്ലാവരുമായി പാടി നടക്കും. പക്ഷേ അയാൾ തെറ്റുകാരനല്ല എന്ന് പറയുമ്പോൾ ഒരിക്കൽ ഇവർ തിരുത്തുന്നില്ല. അപ്പോൾ ആ സമൂഹത്തിന് മുന്നിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ അവരുടെ കുടുംബം അനുഭവിക്കുന്നൊരു വേദന എന്ന് പറയുന്നത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഒരു വേദന, അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ വളരെ വലുതാണ്. അപ്പോഴും ഈ കുട്ടി ചിന്തിക്കുന്നില്ല കുട്ടി ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ മൈൻഡ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഒരു പ്രായത്തിൽ 13 വയസ്സ് എന്ന് പറയുന്നത് അത്ര വലിയ പ്രായമൊന്നുമല്ല. ആ വയസ്സിൽ ചിന്തിക്കേണ്ടതിൻ്റെ അപ്പുറം ചിന്തിച്ചു കൂട്ടിയിട്ടുള്ള ഒരു പകയാണെങ്കിൽ പോലും ചിന്തിച്ചു കൂട്ടേണ്ടതിൻ്റെ അപ്പുറത്ത് ചിന്തിച്ചു കൂട്ടിക്കൊടുക്കുന്ന ഒരു കേസാണ്. അപ്പോൾ ഈ കുട്ടികളൊക്കെ വലുതാകുമ്പോൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഏത് തരത്തിലേക്ക് പോകും എന്നത് ഇപ്പോൾ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. തീർച്ചയായും ഇവിടെയൊക്കെയാണ് ഈ കോടതികളുടെ ഇടപെടൽ നമ്മൾ കാണേണ്ടത്. കാരണം കോടതിക്ക് വരെ തിരുത്തേണ്ടി വരുന്നു. കോടതി പറയുകയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വ്യക്തിഹത്യ നടത്താനല്ല, അല്ലെങ്കിൽ ആരെയും ചൂഷണം ചെയ്യാൻ വേണ്ടിയല്ല എന്ന് കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരോടടക്കം പറയുകയാണ്. കാരണം അവർ പോലും ഇതിൽ ഒരു തരത്തിൽ ഭാഗമാകുന്നുണ്ട് അല്ലേ. പെട്ടെന്നൊരു കേസ് വരുമ്പോൾ ആര് ചിന്തിച്ചു ഈ ഒരു കുട്ടിക്കെതിരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എടുത്തു ചാടിയുള്ളൊരു പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഈ ഒരു പയ്യൻ്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ അവൻ ഹൃദ്രോഗിയാണ്. ആ പയ്യനെ ഭയങ്കരമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഉപദ്രവിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നടപടിയൊക്കെ എടുത്തിട്ടുണ്ട്. എങ്കിൽ കൂടി അവൻ അനുഭവിച്ച വേദന ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ആ ഒരു വേദന എന്ന് പറയുന്നത് അത് ആരോട് പറഞ്ഞാൽ തീരുമല്ലേ. അതെ, ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ എനിക്ക് അപ്പോൾ ഓർമ്മ വരുന്നത് ഈ അന്വേഷണ സംഘത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ പോക്സോ ആക്ട് നിലവിൽ വരുന്നത് പോലും 2012 ആ ആക്റ്റിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ പോക്സോ കേസിൽ ആര് വന്ന് മൊഴി നൽകുന്നു അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ FIR ഇടണം എന്നതാണ് ചട്ടം. അതിൽ വീഴ്ച വരുത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൃത്യമായ നടപടി സ്വീകരിക്കും എന്നുള്ളത് പോലും ആക്റ്റിൽ പറയുന്നു. അപ്പോൾ അത്തരത്തിൽ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ഉദ്യോഗസ്ഥർക്ക് പഴി കേൾക്കേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലൊരു മൊഴി അല്ലെങ്കിൽ ഒരു പരാതി വന്നപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്തത്. അതുതന്നെയാണ് അന്വേഷണ സംഘവും പറയുന്നത്. അത്തരത്തിൽ ആക്റ്റിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ കേസുമായി മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ അന്വേഷണ സംഘം തയ്യാറായില്ല എന്നൊരു പരാതിയാണ് കുടുംബം അടക്കം പറയുന്നത് എന്നുള്ളതാണ്. അപ്പോഴും നമുക്ക് അന്വേഷണ സംഘത്തെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ട് ഇവർ കൃത്യമായ കാര്യത്തിലൂടെ അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്തിയില്ല എന്നുള്ളതാണ്. തീർച്ചയായും അപ്പോഴാണ് കോടതികൾ ഇപ്പോഴും ഒരു തിരുത്തൽ ഇക്കാര്യത്തിൽ വരുത്തുന്നത്. അതായത് ഇത്തരത്തിൽ ആരുടെയെങ്കിലും മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ സാധിക്കില്ല. കൃത്യമായ ഒരു അന്വേഷണം വേണം, അല്ലെങ്കിൽ കൃത്യമായ തെളിവുകൾ വേണം എന്നുള്ളത് ഒരു തിരുത്തൽ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നതും ഇത്തരം സാഹചര്യങ്ങളുടെ ആവർത്തനം കൊണ്ടാണ്. നമുക്കറിയാം ഒരുപാട് കേസുകൾ, എത്ര കേസുകളാണ് നമുക്ക് ചുറ്റും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അധ്യാപകനെതിരെ ഒരു കുട്ടി കേസ് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കണ്ണൂരിൽ നടന്ന സംഭവമാണ്. പിന്നീട് അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ കുട്ടിക്ക് അത് ചെയ്യേണ്ടി വന്നതാണ്. പക്ഷേ ഇതെല്ലാം തെളിഞ്ഞു വന്നപ്പോൾ അയാൾ ആ നരകയാതന അധ്യാപകൻ അനുഭവിച്ചു കഴിഞ്ഞു. മറ്റൊരു കേസെന്ന് പറയുന്നത് കാമുകനെതിരെ ഇഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഒരു കുട്ടി ഇതുപോലെ പീഡനാരോപണം ഉന്നയിക്കുകയാണ്. ഇത്തരത്തിൽ പല എത്രത്തോളം കുട്ടികളാണ് നമുക്ക് ചുറ്റും പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച ആളുകളൊക്കെ ബന്ധം വേർപെടുത്തുമ്പോൾ അതൊരു പരാതിയായി നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ അറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന പുരുഷന്മാർക്കിടയിലാണ്. കണക്കുകൾ പ്രകാരം 70-75% പുരുഷ ആത്മഹത്യയാണ് നടക്കുന്നത്. തൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കാൻ ആരും ഉണ്ടായി എന്ന് വരില്ല. സമൂഹം കേൾക്കണമെന്നില്ല. തെറ്റുകാരനായി ചുമത്തപ്പെടുമല്ലോ എന്നോർത്ത് ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാർ നമുക്കിടയിൽ അവരുടെ എണ്ണം കൂടി വരുന്നുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ശക്തമായ നിയമ നടപടികളും ശക്തമായ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ സമൂഹത്തിലാണെങ്കിൽ പോലും ശക്തമായ നടപടി എപ്പോഴും അല്ലെങ്കിൽ ശക്തമായ പിന്തുണ എപ്പോഴും കിട്ടുന്നത് സ്ത്രീകൾക്കാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു ധാരണയുണ്ടാകാം, എന്ത് പറഞ്ഞാലും വിശ്വസിക്കും, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അവരെ ഒന്നും ചെയ്യാനില്ല, അത് പുരുഷനിലേക്ക് ആ അമ്പുകളൊക്കെ പുരുഷനിലേക്ക് പോകും എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു ധൈര്യം വരുന്നത്. പക്ഷേ ആ ഒരു ധൈര്യത്തിന് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കാറ്റിൽ പറത്തിയുള്ള ആ ഒരു ധൈര്യത്തെ നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയാവുന്നതല്ല എന്നുള്ളതാണ്. കാരണം പുരുഷന്മാരും മറുവശത്തും ഉണ്ട് എന്ന് ചിന്തിക്കണം. അവരൊരു പക്ഷേ ഈ നിരപരാധികളാകും. ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ അവർക്കും കുടുംബമുണ്ട്, അച്ഛനും അമ്മയുമുണ്ട്, എല്ലാവരുമുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ അവരോട് പെൺകുട്ടികളോടാണെങ്കിലും സ്ത്രീകളോടാണെങ്കിലും പറയാനുള്ളത് ഇത്രമാത്രമാണ്, കാര്യം ഗൗരവത്തിലെടുത്ത് അതിനെ കാണേണ്ടതുണ്ട്. അവർക്കും നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ അവർക്കും അച്ഛനും അമ്മയും കുടുംബവും ഒക്കെ ഉണ്ട്. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി.
പകതീർക്കലായിരിക്കാം, ഒരു ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ പ്രണയ നൈരാശ്യമായിരിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് വേറെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ അതിനൊക്കെ നിയമത്തെയും മറ്റു കാര്യങ്ങളെയും കൂട്ടുപിടിക്കുന്നത് അത്ര ശരിയായ നടപടിയല്ല. തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇത്തരത്തിൽ ഒരാളെ ചൂഷണം ചെയ്യുന്നത് അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. ഇപ്പോഴൊക്കെയാണ് പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ചിലരുടെയെങ്കിലും മുറവിളി, അത് വേണമല്ലോ എന്ന് നമുക്ക് പോലും തോന്നുന്നത്, അല്ലേ? അതുതന്നെയാണ് ശ്രീജ. മെൻസ് കമ്മീഷൻ വരുന്നതോടൊപ്പം നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ജെൻഡർ ഇക്വാലിറ്റി. അത് എല്ലാ കാര്യത്തിലും പാലിക്കപ്പെടണം. അത് സ്ത്രീയെന്നോ പുരുഷനോ എന്ന് ഇല്ല. ന്യായം എവിടെയാണോ ആ പക്ഷത്താണ് ജെൻഡർ ഇക്വാലിറ്റി പാലിക്കപ്പെടേണ്ടത്. നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം ജനങ്ങളുടെ നന്മയ്ക്കുള്ളതാണ്. അതിനെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വളച്ചൊടിച്ചാൽ പിന്നീടത് സ്വന്തം ശവപ്പെട്ടിക്ക് മേലുള്ള ആണിയടിയാകുമെന്ന കാര്യം ആരും മറക്കരുത്. നീതിക്കായി മാത്രം നിയമത്തെ സമീപിക്കുക.